കർത്താവിൽ പ്രിയരെ, ഒരിക്കൽ കൂടെ തിരുവചന പ്രദീപത്തിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ ഏവർക്കും ദൈവം അവസരം നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യഹോവയോട് പറ്റി നിന്ന കാലേബിനുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. യോശുവ 14:8 ഇപ്രകാരം പറയുന്നു: എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ച 12 പേരിൽ 2 പേരായിരുന്നു യോശുവയും കാലേബും. 10 പേരും ആ ദേശം മല്ലന്മാരെ കൊണ്ട് നിറഞ്ഞ ദേശമാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടുക്കിളികളെപ്പോലെ മാത്രമാണ്. അവരെ ജയിച്ചടക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ജനത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ യോശുവയും കാലേബും മാത്രമാണ് അനുകൂലമായി മറുപടി പറഞ്ഞത്. നമുക്കവരെ ജയിക്കുവാൻ കഴിയും. അവർ ശത്രുവിൻ്റെ ബലത്തേക്കാൾ ദൈവത്തിൻ്റെ ബലത്തെ ആശ്രയിച്ചു. അതുകൊണ്ട് നിരാശപ്പെടേണ്ടി വന്നില്ല. ലോകമനുഷ്യർ ആശ്രയിക്കുന്നത് രാഷ്ട്രീയ ശക്തിയിലോ ജഡീക ശക്തിയിലോ പൈശാചിക ശക്തിയിലോ ഒക്കെ ആയിരിക്കും. എന്നാൽ അവയെല്ലാം പരാജയപ്പെടുന്ന ശക്തികളാണ്. ദൈവം സർവശക്തനാകിയാൽ മറ്റെല്ലാ ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. യോശുവയും കാലേബും പറഞ്ഞ വാക്കുകൾ ദൈവശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടാണ്. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടവരിൽ യുദ്ധപ്രാപ്തരായി 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി യോശുവയും കാലേബും ഒഴികെ മറ്റെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. അന്ന് 20 വയസ്സിൽ താഴെയുണ്ടായിരുന്നവരും മരുഭൂമിയിൽ വെച്ച് ജനിച്ച പുതിയ തലമുറയിലുള്ളവരും മാത്രമേ കനാൻ നാട്ടിൽ പ്രവേശിച്ചുള്ളൂ. ദേശം ഒറ്റുനോക്കുവാൻ കാലേബ് പുറപ്പെടുമ്പോൾ അവന് 40 വയസ്സുണ്ടായിരുന്നു. ഇപ്പോൾ കാലേബിന് 85 വയസ്സുണ്ട്. എങ്കിലും കാലേബിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്നതായിരുന്നു. മോശ എന്നെ അയച്ച നാളിലേതുപോലെ എൻ്റെ ആരോഗ്യം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും അന്നത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ട്. എന്താണ് കാലേബിൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം? അവൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഒരു വലിയ ഭൂരിപക്ഷത്തേക്കാൾ ദൈവവും ഞാനും മാത്രമേ ഉള്ളുവെങ്കിലും അതാണ് ഏറ്റവും ശ്രേഷ്ഠം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവയാൽ തന്നെ വിജയം നേടുവാൻ കഴിയുന്ന ജീവിതമാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി. എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. കുതിരകളും രഥങ്ങളും അക്കാലത്ത് രാജാക്കന്മാരുടെ മഹത്വം വർദ്ധിപ്പിച്ചിരുന്നു. ഏറ്റവും അധികം കുതിരകളും രഥങ്ങളും ഉണ്ടെങ്കിൽ അവർക്കാണ് യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ കഴിയുന്നത്. എന്നാൽ രഥങ്ങളും കുതിരകളും ദൈവശക്തിയുടെ മുമ്പിൽ നിഷ്പ്രഭമായി തീർന്നിട്ടുള്ള എത്രയെത്ര യുദ്ധങ്ങൾ ലോകം കണ്ടിരിക്കുന്നു. വിജയത്തിന് കുതിര വ്യർത്ഥമത്രയെന്നാണ് തിരുവചനം. നാം ദൈവത്തോട് പറ്റി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് വിജയം വരിക്കുവാൻ കഴിയും. അതിൻ്റെ വ്യക്തമായ തെളിവാണ് യോശുവയിലും കാലേബിലും നാം കാണുന്നത്. ഇന്നും ദൈവജനത്തിന് വിജയം വരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: ദൈവത്തോട് പറ്റി നിൽക്കുക. പോരാട്ടമുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നാം പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയാലിയാണ്. ജയാളിയായ കർത്താവിനോട് പറ്റി നിന്നാൽ നമുക്കും ജയം പ്രാപിക്കാം. ജയിക്കുന്നവർക്ക് മാത്രമാണ് പ്രതിഫലം ലഭിക്കുന്നത്. ലോകത്തെ ജയിക്കുവാൻ വിശ്വാസം അനിവാര്യമാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് കൽപ്പനയുണ്ട്. കാരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്. ജഡത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മശക്തിയാണ് ആവശ്യം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ കഴിയും. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. പിശാചിനെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. അരയ്ക്ക് സത്യവും, നീതി എന്ന കവചവും, വിശ്വാസമെന്ന പരിചയം, ദൈവവചനമെന്ന വാളും, രക്ഷയെന്ന ശിരസ്ത്രവും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പും, എല്ലാറ്റിനും മീതെ ആത്മാവിൽ പ്രാർത്ഥിച്ചു പോരാടുന്ന ഒരു ക്രിസ്തീയ പടയാളിക്ക് വിജയം വരിക്കുവാൻ കഴിയും. കാലേബ് ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് അവന് ലഭിച്ചത് ഹെബ്രോൻ മലയാണ്. ഹെബ്രോൻ എന്ന വാക്കിന് കൂട്ടായ്മ എന്നർത്ഥം. ദൈവത്തോടുള്ള സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് നാം 25-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. പ്രിയരെ, നമുക്ക് ദൈവത്തോട് പറ്റി നിന്ന് വിജയം വരിക്കാം, പ്രതിഫലം പ്രാപിക്കാം. ദൈവത്തോട് അടുത്തിയല്ലുവീൻ, എന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച് ശക്തരായ വിശ്വാസികളായി ദൈവം തരുന്ന അനുഗ്രഹങ്ങളെയും അവകാശങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ,
ഞങ്ങൾ ജയിക്കുന്നവരായിരിക്കുവാൻ ദൈവത്തോട് പറ്റി നിന്ന് ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച് വിജയകരമായി ക്രിസ്തീജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കധികം കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.